കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ പോലും അക്ഷരാർത്ഥത്തിൽ നാണിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ കേവലം രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കമല്ല, മറിച്ച് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ഭരണരംഗം ഇന്ന് എത്തി നിൽക്കുന്ന കടുത്ത പ്രതിസന്ധിയിലൂടെയും അതുപോലെ നിയമലംഘനങ്ങളുടെയും നേർക്കാഴ്ച കൂടിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കൃത്യമായ നിയമ ഉത്തരവുമായി പുതിയ ഡയറക്ടറായി ചുമതലയേൽക്കാൻ ഡോക്ടർ KJ റീന എത്തിയപ്പോൾ നിലവിൽ ആ പദവിയിൽ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ V മീനാക്ഷി കസേര ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നതാണ് മണിക്കൂറുകൾ നീണ്ട വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിക്ക് തലസ്ഥാനത്ത് വഴിവെച്ചത്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് കൃത്യമായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും ഇത്തരമൊരു തുറന്ന വാഗ്വാദം കസേരക്കളിയും ഉണ്ടാകുന്നത് തികച്ചും അസാധാരണവും നാണം കെട്ടതുമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുതിയ ഡയറക്ടർ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ഔദ്യോഗികമായി ഒപ്പുവെച്ച് ചുമതല ഏറ്റിട്ടും ഒരിഞ്ച് പോലും മാറാതെ പ്രധാന കസേരയിൽ ഡോക്ടർ മീനാക്ഷി കടിച്ചു തൂങ്ങിയത് ആരോഗ്യവകുപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേറായി കൂടി മാറിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകേണ്ട ഒരു വലിയ വകുപ്പിൻ്റെ തലപ്പത്ത് ഇത്തരമൊരു ഈഗോ വാറും കസേര കളിയുമൊക്കെ പരസ്യമായി അരങ്ങേറിയത് ഭരണ സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഈ വിവാദങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പദവിയെ ചൊല്ലി ദീർഘനാളായി ഉദ്യോഗസ്ഥർ തമ്മിൽ വലിയൊരു നിയമ പോരാട്ടവും വകുപ്പിനുള്ളിൽ കടുത്ത ആഭ്യന്തര തർക്കങ്ങളും നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ KJ റീന സിസ്റ്റത്തിനെതിരെ പ്രവർത്തിച്ചു വന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് സർക്കാർ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തതും സ്ഥാനത്ത് നിന്ന് മാറ്റിയതും. സംസ്ഥാന സർക്കാരുമായും അതിൻ്റെ നയങ്ങളുമായും സഹകരിക്കാത്തതിനാലാണ് റീനയെ മാറ്റേണ്ടി വന്നതെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ തന്നെ പിന്നീട് തുറന്നു സമ്മതിക്കുകയുണ്ടായി. അതൊക്കെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങളുണ്ടാകും. അതിൽ മേലീ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സെഷൻ കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വെച്ചാൽ പിറ്റേന്ന് തൂക്കിക്കൊല്ലോ. അതിൻ്റെ മേലെ ഹൈക്കോടതിയുണ്ട്, അതിൻ്റെ മേലെ സുപ്രീം കോടതിയുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇല്ലല്ലോ. ഒരു തിരിച്ചടിയിൽ അതിന് മേലെ കോടതിയുണ്ട്. ഒരു തീരുമാനം, ചില കാര്യങ്ങൾ ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കണം. ഞാൻ ആ ശൈലിക്കാരനാണ്. ആ തീരുമാനം ഇനിയും ഉണ്ടാവും. ഈ കസേരയിലോട്ടത്തോളം കാലം ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് ക്വിക്കായ തീരുമാനം എടുത്തിരിക്കും. തൊരപ്പം പണി നടത്തുന്ന ആരെയും ഈ കസേരയിൽ ഇരുത്തില്ല. സർക്കാരിന്റെ ആരോഗ്യ നയങ്ങളോട് വിയോജിക്കുകയോ ഉദ്യോഗസ്ഥ തലത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തതാണ് ഡോക്ടർ റീനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്ന വലിയൊരു ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഭരണകൂടത്തിന്റെ ഈ നടപടി ഏകപക്ഷീയമാണെന്നും തനിക്ക് നേരിട്ട കടുത്ത നീതി നിഷേധമാണെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ റീന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുക കൂടിയായിരുന്നു. ഈ ഹർജിയിൽ വിശദമായ വാദ്യം കേട്ട ട്രൈബ്യൂണൽ റീനയെ മാറ്റിയുള്ള ഉത്തരവ്, അതായത് സർക്കാർ ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് കണ്ടെത്തുകയും അത് സ്റ്റേ ചെയ്യുകയുമാണ് ഉണ്ടായത്. അവരെ വീണ്ടും ആരോഗ്യവകുപ്പ് ഡയറക്ടറായി അടിയന്തരമായി നിയമിക്കണമെന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ വ്യക്തമായ ഉത്തരവ്. നിയമപരമായി തനിക്ക് അനുകൂലമായ ഈ വലിയ വിധി കൈപ്പറ്റിക്കൊണ്ടാണ് ഡോക്ടർ റീന ഔദ്യോഗികമായി വീണ്ടും ചുമതലയേൽക്കാൻ തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയത്. തനിക്ക് നിയമപരമായി ലഭിച്ച അവകാശം ജനാധിപത്യപരമായി സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഈ ഡയറക്ടറേറ്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഡോക്ടർ റീനയ്ക്കുണ്ടായിരുന്നത്. താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം എനിക്ക് വേണ്ടി നിന്നതിന്. എന്തായാലും വൈകിട്ട് വരെ ഇവിടെ തുടരുമോ? അല്ലാതെ പറ്റില്ലല്ലോ, എൻ്റെ ജോലി അതായി പോയില്ലേ. പകർച്ചവ്യാധികളുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? അതിലൊക്കെ മീറ്റിംഗ് എന്നെ പങ്കെടുപ്പിക്കില്ലല്ലോ. അത് എന്നോട് ചോദിക്കുന്നതിന് പകരം അവരോട് ചോദിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഓഫീസ് മുറിയിലേക്ക് ഡോക്ടർ റീന പ്രവേശിച്ച നിമിഷം മുതൽ അവിടെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കോടതി ഉത്തരവുണ്ടെന്ന കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും കസേരയിൽ ഇരുന്ന ഡോക്ടർ മീനാക്ഷി കടുത്ത അതിർത്തിയും പ്രകോപനമാണ് പ്രകടിപ്പിച്ചത്. ട്രൈബ്യൂണലിന്റെ വിധിപ്പകർപ്പ് മാത്രം പോരെന്നും തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ ഉത്തരവ് നേരിട്ട് കൈപ്പറ്റാതെ താൻ ഈ കസേരയിൽ നിന്നും ഒരു ഇഞ്ച് പോലും എഴുന്നേൽക്കില്ലെന്നുമുള്ള ശാഠ്യത്തിലായിരുന്നു അവർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി വന്ന സാഹചര്യത്തിൽ അതിന്മേൽ തുടർ നടപടി സ്വീകരിച്ച് പകരമൊരു ഉത്തരവ് ഇറക്കേണ്ടത് സർക്കാരാണെന്നും ഭരണപരമായ അത്തരം ഉത്തരവുകൾ വരാതെ സ്വയം കസേര ഒഴിയാൻ കഴിയില്ലെന്നുള്ള വിചിത്രമായ വാദമാണ് ഡോക്ടർ മീനാക്ഷി ഉയർത്തിയത്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ താൻ ബാധ്യസ്ഥതയാണെന്നും
കോടതിയുടെ മാത്രമായി വരുന്ന ഉത്തരവുകൾ നേരിട്ട് നടപ്പാക്കാൻ തനിക്ക് കഴിയില്ലെന്നുമുള്ള ന്യായീകരണമാണ് ഡോക്ടർ മീനാക്ഷി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ കടംപിടുത്തത്തിന് പിന്നിൽ വലിയൊരു ഭരണകൂട പിന്തുണയും രാഷ്ട്രീയ അജണ്ടയും ഉണ്ടെന്നായിരുന്നു പകൽ പോലെ ഇവരെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ആരോപണമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ സിംഗിൾ ബെഞ്ചിൽ അപ്പീൽ നൽകി അടിയന്തരമായി ഒരു സ്റ്റേ ഓർഡർ സമ്പാദിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. കോടതി വിധി അട്ടിമറിക്കാനും ഡോക്ടർ റീനയെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്താനും ആരോഗ്യ മന്ത്രാലയവും സർക്കാരും ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നുമുണ്ട്. സർക്കാർ നൽകുന്ന ഈ വലിയ രാഷ്ട്രീയ ഭരണ പിന്തുണയുടെ ധൈര്യത്തിലാണ് ഡോക്ടർ മീനാക്ഷി നിയമപരമായ ഉത്തരവിനെ പോലും പരസ്യമായി വകവയ്ക്കാതെ കസേരയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചത്. സർക്കാർ അപ്പീൽ നൽകി അനുകൂല ഉത്തരവ് വാങ്ങുന്നതുവരെ സമയം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ മണിക്കൂറുകൾ നീണ്ട പിടിവാശി. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചെന്നതോടെ ഓഫീസിനുള്ളിൽ തർക്കങ്ങളും വാക്പോരും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അതിരൂക്ഷമായി മാറുകയും ചെയ്തു. പുതിയ ഡയറക്ടർക്ക് ഇരിക്കാൻ പ്രധാന കസേര വിട്ടു നൽകാൻ ഡോക്ടർ മീനാക്ഷി ഒട്ടും തയ്യാറാകാതിരുന്നതോടെ വലിയൊരു പ്രതിസന്ധി അവിടെ ഉടലെടുക്കുകയും ചെയ്തു. എന്ത് വന്നാലും ചുമതല ഏൽക്കാതെ മടങ്ങില്ലെന്ന് ഡോക്ടർ റീനയും തീരുമാനിച്ചതോടെയാണ് കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. തൊട്ടടുത്ത സീറ്റിലിരുന്ന് കസേരയ്ക്ക് മുന്നിലെ മേശപ്പുറത്ത് വെച്ച് തന്നെ ഡോക്ടർ KJ റീന പുതിയ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഇതോടെ ഒരേ മുറിയിൽ ഒരേ സമയം ഒരേ പദവിക്കായി 2 ഉന്നത ഉദ്യോഗസ്ഥർ അവകാശവാദം ഉന്നയിച്ചു നിൽക്കുന്ന അത്യപൂർവവും വിചിത്രവുമായ പ്രതിസന്ധിക്കാണ് ആരോഗ്യവകുപ്പ് ആസ്ഥാനം തന്നെ സാക്ഷ്യം വഹിച്ചത്. സാധാരണയായി സ്ഥാനമൊഴിയുന്ന ഉദ്യോഗസ്ഥർ പുതിയ ആൾക്ക് കസേര ഒഴിഞ്ഞുകൊടുത്ത് ഹസ്തദാനം നൽകി അന്തസ്സോടെ പടിയിറങ്ങുന്നതാണ് സിവിൽ സർവീസിലെ കീഴ്വഴക്കമെന്ന്. അതല്ലെങ്കിൽ സിവിൽ സർവീസിലെ കീഴ്വഴക്കം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ എല്ലാ ജനാധിപത്യ മര്യാദകളും ഉദ്യോഗസ്ഥ പെരുമാറ്റച്ചട്ടങ്ങളും കാട്ടിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ അധികാര തർക്കം മണിക്കൂറുകളോളം നീണ്ടുപോയത്. അതോടെ വിവരമറിഞ്ഞ് വൻ മാധ്യമപ്പട തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. മാധ്യമങ്ങൾ എത്തിയതോടെ ഡയറക്ടറേറ്റ് ആസ്ഥാനം ഒരു രാഷ്ട്രീയ യുദ്ധക്കളത്തിന് സമാനമാറുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് നടക്കുന്ന ഈ വലിയ അധികാരക്കളി പുറം ലോകവും പൊതുജനങ്ങളും തത്സമയം കാണുന്നത് തടയാൻ അധികൃതർ പരമാവധി ശ്രമിച്ചു. ഇത് സർക്കാരിൻ്റെ വകുപ്പിനും ഉണ്ടാക്കുന്ന വലിയ നാണക്കേട് മറച്ചു വയ്ക്കുക എന്നതായിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. മാധ്യമപ്രവർത്തകർ ക്യാമറകളുമായി ഡയറക്ടറുടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചെങ്കിലും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ബലം പ്രയോഗിച്ച് തടയുകയാണ് ഉണ്ടായത്. മാധ്യമങ്ങളെ മുറുക്കി പുറത്താക്കി വാതിലുകൾ അടയ്ക്കുകയും ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയുകയും ചെയ്തത് അവിടെ നിലനിന്ന സംഘർഷാവസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടുത്ത കടന്നുകയറ്റം എന്ന തരത്തിൽ മാധ്യമ പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചെങ്കിലും പോലീസും സുരക്ഷാ ജീവനക്കാരും വഴങ്ങിയതുമില്ല. മുറിക്കുള്ളിൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ കടുത്ത തർക്കങ്ങളും മാനസിക സമ്മർദ്ദ തന്ത്രങ്ങളുമാണ് പിന്നീട് അരങ്ങേറിയത്. സർക്കാരിൻ്റെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളർന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും നേരിട്ട് ഇടപെട്ടു. ഡോക്ടർ മീനാക്ഷിയോട് ചർച്ചകൾ നടത്തുകയും ചെയ്തു. നിയമപരമായി കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ചുമതലയേൽക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ തടയുന്നതും കസേര ഒഴിഞ്ഞു കൊടുക്കാതിരിക്കുന്നതും കടുത്ത നിയമലംഘനമാണെന്നതും ഇത് കോടതി അലക്ഷ്യ നടപടിയിലേക്ക് നയിക്കുമെന്നും പോലീസ് അവരെ ബോധ്യപ്പെടുത്തി. കോടതി വിധി അനുസരിക്കാതിരുന്നാൽ അത് വലിയ വ്യക്തിപരമായ നിയമബാധ്യതകൾക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്കും കാരണമാകുമെന്ന് നിയമവിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ നിയമപരമായ വശങ്ങളും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കടുത്ത സമ്മർദ്ദവും അതിജീവിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഡോക്ടർ മീനാക്ഷി കസേരയിൽ നിന്നിറങ്ങാനും ഓഫീസിൽ നിന്ന് പുറത്തു പോകാനും തയ്യാറായത്. എന്നാൽ അവർ ഓഫീസ് വിട്ടിറങ്ങിയത് കടുത്ത അമർഷത്തോടെയും വിയോജിപ്പോടെയുമായിരുന്നു എന്നത് വ്യക്തവുമാണ്. ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിലെ ഈ വടംവലി ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയായി തലസ്ഥാനം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള കസേരക്കളി എന്നതിനെല്ലാം അപ്പുറം സംസ്ഥാനത്തെ ഭരണ സംവിധാനവും അദാലത്ത് ഉത്തരവുകളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയും ചെയ്തു. കോടതി ഉത്തരവുകളെ പോലും ഭരണകൂട സ്വാധീനം ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉദ്യോഗസ്ഥർക്കിടയിൽ വളരുന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവം. ഇത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പുതിയ നിയമയുദ്ധങ്ങൾക്കും വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ജനങ്ങൾക്ക് കൃത്യമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി പരസ്യമായി പോരടിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന കടുത്ത വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കൂടാതെ വരും ദിവസങ്ങളിൽ കേരള ഭരണരംഗത്ത് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുക എന്നതുകൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു.